الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, വുളൂഉം അതിൻ്റെ കർമ്മരംഗത്തെ നാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. നമസ്കാരത്തിന് വേണ്ടി നാം നിൽക്കുന്ന സമയത്ത് നാം സ്വീകരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. നിസ്കരിക്കാൻ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തല്ലാത്ത നമസ്കാരങ്ങളിൽ, ജമാഅത്ത് നമസ്കാരമാകുമ്പോൾ ഒരു ഇമാമിനെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതിൻ്റെതായ രീതികളും അതുപോലെ തന്നെയുള്ള സ്വീകരിക്കേണ്ട മാനങ്ങളും നമ്മൾ അംഗീകരിച്ചും സ്വീകരിച്ചുമൊക്കെയാണ് ജമാഅത്ത് നമസ്കാരത്തിൽ നിൽക്കാറുള്ളത്. എന്നാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്. അതാണ് ഏറ്റവും ഖൈർ, ഉത്തമം, അഫ്ളൽ എന്ന് നാം മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോ തഹിയ്യത്ത് നമസ്കാരമുണ്ട്. അതുപോലെ ബാങ്കിന് ശേഷം വരുന്ന ആളുകൾ അവര് ഈ ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കാറുണ്ട്. ഇങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും നാം സ്വീകരിക്കേണ്ട ഒരു കാര്യം, നിസ്കരിക്കുന്ന സമയത്ത് തുറസായ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാതെ ഒരു മറ സ്വീകരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ചില ആളുകളൊക്കെ പള്ളിയിൽ വന്ന് ഏതെങ്കിലും ഒരു മധ്യഭാഗത്ത് ഒരു തൂണോ മറ്റോ ഒന്നുമില്ലാതെ തുറസായ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാറുണ്ട്. എന്നാൽ അവർക്ക് യഥാർത്ഥത്തിൽ ചുമരോ മറ്റോ ഒക്കെ മറയായി സ്വീകരിച്ച് നിസ്കരിക്കാവുന്നതാണ്. അതില്ലാത്ത സാഹചര്യങ്ങളിൽ ഇപ്പോ പള്ളിയുടെ സ്വഫിന്റെ വരകള്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അവർ മരുഭൂമിയിലൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് മുമ്പിൽ ഒരു വടി നാട്ടി വെച്ചിട്ട് അത് മറയായി സ്വീകരിച്ച് നിസ്കരിച്ചു എന്നൊക്കെ പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് ഇങ്ങനെ മറ സ്വീകരിച്ച് നിസ്കരിക്കുന്നത്? അതിന്റെ പിന്നുള്ള യുക്തി എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, സുജൂദിന്റെ സ്ഥാനം നിർണയിച്ച്, അല്ലെങ്കിൽ തന്റെയും താൻ നിസ്കരിക്കുന്ന ഇടത്തിന്റെയും ഒരു സ്ഥാന പരിധി, ഒരു ഗ്യാപ്പ്, താൻ നിൽക്കുന്ന സ്ഥലവും ഒരു 3 മുഴം, അങ്ങനെയൊക്കെയാണ്, 2 or 3 മുഴമാണ് അതിന്റെ ദൈർഘ്യമായി പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വീകരിക്കേണ്ടം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, മനസാന്നിധ്യമാണ് നിസ്കാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏകാഗ്രത. ഒരു തുറസായ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ചുറ്റുപാടുകളുടെ ഒരു വ്യാപ്തിയും അതിന്റെ വിശാലതയും നമ്മുടെ കണ്ണുകളെയും ചിന്തകളെയും മറ്റു തലത്തിലേക്ക്, അതൊരു മാനസികമായിട്ട് ഉള്ളൊരു വിഷയമാണ്. എന്നാൽ ഈ ഒരു സുജൂദിന്റെ സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ, അല്ലെങ്കിൽ തന്റെ മറ സ്വീകരിക്കുന്നിടത്ത് നമ്മളൊരു ഗ്യാപ്പ്, ഇതാണ് എന്റെ നിസ്കാര പരിധി, അല്ലെങ്കിൽ ഞാൻ റബ്ബുമായുള്ള ആ ഒരു സംഭാഷണത്തിൽ സ്വീകരിക്കേണ്ട ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്റെ മനസ്സും ചിന്തയും എല്ലാം തന്നെ ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഇടമാണത്. ആ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ മറ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. രണ്ടാമതായി, നമ്മൾ അള്ളാഹുമായുള്ള സംഭാഷണത്തിലാണ്. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ടുപേര് സംസാരിക്കുമ്പോ, രണ്ടുപേർ അഭിമുഖമായി നിന്ന് സംസാരിക്കുന്ന സമയത്ത്, ഒരു കൂലങ്കഷമായ എന്തെങ്കിലും ചർച്ചകൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ അതിന്റെ നടുവിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ സംസാരത്തിൽ ഗ്യാപ്പ് വരും, സംസാരങ്ങൾ മുറിഞ്ഞു പോകും. അത് വരാതിരിക്കാൻ അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള മുനാജാത്ത്,
അതിന് ഈ പരിധി നിശ്ചയിക്കാതെ ഒരു തുറസായ സ്ഥലത്ത് വരുമ്പോ സ്വാഭാവികമായും ആളുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നതും മറ്റുമൊക്കെ നമ്മുടെ നമസ്കാരത്തെ അത് നമസ്കാരത്തിന് ഭംഗം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന്, അതൊക്കെയാണ് ഇതിന്റെ പിറകിലുള്ള ഒരു യുക്തി അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് എന്ന് നമുക്ക് ഹദീസുകളുടെ അതിന്റെ ശറഹുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോ നബിയുടെ വാക്ക് പ്രകാരമാണ് ഇദാ സ്വല്ല അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്രത്തിൻ വൽ യദ്നു മിൻഹാ. നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ മറ സ്വീകരിക്കണം. ആ മറയോട് നിങ്ങൾ വൽ യദ്നു മിൻഹാ അടുത്തായിരിക്കണം. വലിയ ഗ്യാപ്പും മറയും നമ്മൾ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ വലിയ ദൂരമുണ്ടാവാൻ പാടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ കാന ബൈന മുസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈനൽ ജിദാരി മമറു ഷാത്തിൻ എന്നാണ് ഹദീസിലുള്ളത്. അതായത് നബിയുടെ മുസല്ലയും ചുമരും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്, പിന്നെ അവിടെ ഉണ്ടാകുന്നത് ഒരു ഒരു ആട്ടിൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു ഗ്യാപ്പ് ഒഴിച്ച് ആ ഒരു സ്ഥലപരിധിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നിസ്കരിക്കുന്ന ആളുകളുടെ മുമ്പിലൂടെ കടന്നു പോവാതിരിക്കാനും, അതായത് ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് അതിനപ്പുറം ആളുകൾ പോകുന്നതിൽ വിരോധമില്ല. നേരെ മറിച്ച് ഈ പരിധിക്കിടയിലൂടെ ആളുകൾ പോവാതിരിക്കാനും തന്റെ നിസ്കാരത്തിലെ ഈ അള്ളാഹുമായി നടത്തുന്ന ഈ സംഭാഷണത്തിൽ നമ്മുടെ സുജൂദിന്റെ സ്ഥാനവും നമ്മൾ നിൽക്കുന്ന സ്ഥാനവും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരാൾ ഒരിക്കലും അതിന്റെ മുമ്പിലൂടെ കടന്നു പോകില്ല. കാരണം ഈ മറയുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഈ നിലക്ക് ഒരു അടയാളം വെക്കുന്നത് കൊണ്ടും അത് ആളുകൾ മനസ്സിലാക്കും. എന്നാൽ ഇങ്ങനെയുള്ള ശ്രദ്ധിക്കാതെ നടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് മനസ്സിലാക്കേണ്ടുന്നത് നിസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ കടന്നു പോവുക എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇസ്ലാം അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ലൗ യഅലമുൽ മാർ ബൈന യദൈ മുസല്ലി والمصلى ما عليهما في ذلك لكان أن يقف 40 سنة خيرا له من أن يمر بين يديه. അതായത് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നവൻ അതിന്റെ ഗൗരവം അറിഞ്ഞിരുന്നുവെങ്കിൽ, അതിന്റെ ആ ഒരു പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ 40 കൊല്ലം നിൽക്കേണ്ടി വന്നാലും അവൻ അവിടെ തന്നെ നിൽക്കും. അത്രയും ഒരു ഗൗരവപ്പെട്ട വിഷയമാണ് നിസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടന്നു പോവുക, പാസ് ചെയ്യുക. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ നിസ്കരിക്കുന്ന ആളുകൾക്ക് പോലും ഇങ്ങനെ തടയാം. ഞാൻ നിസ്കരിക്കുകയാണ്, ഒരു പക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്നതാവാം, അപ്പൊ അവിടെ തടയാൻ എന്നൊക്കെ പറയുന്ന ഹദീസുകൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. അത്രയും ഗൗരവവും പ്രാധാന്യവും ഉള്ള ഒരു വിഷയമായി നമ്മൾ അതിനെ മനസ്സിലാക്കുക. മുമ്പിലൂടെ നടന്നു പോകുന്നതിനെ പരമാവധി മറ സ്വീകരിച്ച് നിസ്കരിക്കുകയും ചെയ്യുക. ഒന്നുമില്ല എങ്കിലും ഒരു വര വരച്ചെങ്കിലും, അങ്ങനെയൊക്കെ മരുഭൂമികളിലൊക്കെ അങ്ങനെ നിസ്കരിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത്തരം ഒരു സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ചുമരുകളുണ്ട്, ഒന്നുമില്ല എങ്കിൽ സ്റ്റൂളോ മറ്റോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ വരകളൊക്കെ ഉണ്ട്. ഇതൊരാളുടെ നിസ്കാരത്തിന്റെ പരിധിയാണ് എന്ന് മനസ്സിലാക്കിയെങ്കിലും നമ്മൾ ആ ഒരു ഏകാഗ്രത നഷ്ടപ്പെടാതെ അള്ളാഹുമായുള്ള മുനാജാത്തിനെ ഏറ്റവും സുന്ദരമായി സമർപ്പിക്കുവാനും നിർവഹിക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റമറ്റ നിലയിൽ നിസ്കാരം നിർവഹിച്ച് നിസ്കാരം നിലനിർത്തുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.